സാറേ നമസ്കാരം. ഞാനേ ഈ വികലാംഗർക്കുള്ള ലോണിന്റെ ഒരു അപേക്ഷ തന്നിരുന്നു ഇവിടെ. അതെ, ഇത് നോക്കാൻ സമയമില്ല. ആകെ ഇന്ന് സ്റ്റാഫുകളൊക്കെ കുറവാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് അടുത്ത ആഴ്ച വാ. അയ്യോ സാറേ അങ്ങനെ പറയല്ലേ സാറേ, ഒത്തു നോക്കണം സാറേ. രണ്ട് കൈയും സ്വാധീനമില്ല, ജീവിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ എന്താണ് അപേക്ഷ കൊടുത്തതാണ്? ഞാൻ അപേക്ഷ കൊടുത്ത് ഒരാഴ്ചയായി. നിങ്ങൾ പിന്നെ ആധാരം കൊടുത്തായിരുന്നു? ആധാരം കൊടുത്തായിരുന്നു. അതും കൊടുത്തായിരുന്നു. പിന്നെ അതും കൊടുത്തായിരുന്നു. ഐഡന്റി കാർഡ് കൊടുത്തോ? അതും കൊടുത്തായിരുന്നു. അപ്പൊ പോയിട്ട് അടുത്ത ആഴ്ച വാ. അയ്യോ സാറേ പ്ലീസ് സാറേ അങ്ങനെ പറയല്ലേ, ജോലി ചെയ്യാൻ നിവൃത്തിയില്ല സാറേ. രണ്ട് കൈ എടുത്ത്. അപ്പൊ ഇപ്പൊ എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യം? എനിക്ക് ലോണ് വികലാംഗർക്കുള്ള ലോൺ. അത് കുഴപ്പമില്ല. ഇതെങ്ങനെ കുട്ടിക്കാലത്തെ പറ്റിയതാണോ? അല്ലല്ല, ഈ ഇടയ്ക്ക് പറ്റിയതാണ്. എങ്ങനെ പറ്റി സാറേ? ഞാൻ വീട്ടിൽ ഇരുന്നേ ഞാൻ ബോംബ് പൊട്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് പെട്ടെന്ന് കറിയാതെ കൈ ഇരുന്നൊക്കെ പൊട്ടിപ്പോയി. ഈ രണ്ട് കൈകൾ എല്ലും പൊട്ടി തൂങ്ങിപ്പോയി സാറേ. ബോംബ് ഉണ്ടാക്കിയപ്പോ പറ്റിയതോ? ഇറങ്ങണ അവിടെ. പിന്നെ ബോംബ് ഉണ്ടാക്കിയവന് ഇവിടെ ലോൺ എടുക്കാൻ പോന്നു. ഇതാണ് ബോംബ് ഉണ്ടാക്കുന്നവർക്ക് ഒരു അസോസിയേഷൻ ഇല്ലാത്തതിന്റെ കുറവാണ്. ആരും 5 പൈസ തരത്തില്ല. കഷ്ടമാണ്. ഒരു ബാങ്ക് കൊണ്ടെന്നും പറഞ്ഞ് ചുമ്മാ ലോൺ ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെയാണല്ലേ നമ്മളിന്ന് കൊള്ളയടിക്കാൻ പോകുന്നത്? ഒന്ന് പതുക്കെ പറയടാ. കൊള്ളയടിക്കാൻ വന്നതേ ഉള്ളൂ. ഇത് മൊത്തം നാട്ടുകാരെ അറിയിച്ച് എന്നെ ആദ്യം അകത്താക്കാനുള്ള പരിപാടിയാണോ നീ? ഈ മണ്ടത്തരമൊക്കെ എഴുന്നള്ളിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ഈ ചകിരിപ്പറ്റ ഉണ്ടല്ലോ, അത് വെട്ടിക്കളയണം. ബുദ്ധി ഉദിക്കത്തില്ല നിനക്ക്. ഒരു ബാർബർ ഷോപ്പിൽ പോയിട്ടും വെട്ടിത്തരുന്നില്ല ബോസ്. അതെങ്ങനെ കത്രികകാരണ്ടേ? സോറി ബോസ്. ബോസ് ഇങ്ങനെ അഞ്ചായി ഓക്കിരി സാഗരിയാലെ ജാക്കി ഈ സിനിമയൊക്കെ കണ്ട് അതിൽ അധോലോക നായകനെ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ? വല്ലതും നടക്കോ? നടക്കും. നിന്റെയൊക്കെ തല ഈ ഭൂമിയിൽ നിന്ന് മേളിൽ നിന്ന് ഇല്ലാതാണെങ്കിൽ ഇതൊക്കെ നടക്കും. പല വെളിവും വെള്ളിയാഴ്ച ഉണ്ടോടാ നീയൊക്കെ? പിന്നെ എങ്ങനെ നടക്കൂടാ? അതെ ബോസ്. ബുദ്ധിയും ബോധവും ഇല്ല. എന്റെ കൂടെ നടക്കുക ശിഷ്യന്മാരാന്ന് പറഞ്ഞത്. ഈ ജോൺ ഓഫ് കെന്നഡി വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു അണ്ടർവേൾഡ് സാമ്രാജ്യമാണിത്. നീയൊക്കെ നിന്റെയൊക്കെ മണ്ടത്തരം കാരണം ഇത് പാളിപ്പോകാൻ പാടില്ല. മനസ്സിലായില്ലേ? അതെ ബോസ്. ഈ അധോലോക ക്ലാസ് എത്ര മണിക്ക് തീരും? എനിക്ക് 5 മണിക്ക് മുമ്പ് റേഷൻ കടയിൽ പോയി അരിയും പഞ്ചാരയൊക്കെ മാറ്റി കൊടുത്തില്ലേ അമ്മച്ചി വീട്ടിൽ കയറ്റുള്ള ഉള്ള കാര്യം ഞാൻ പറയാം. നിനക്ക് റേഷൻ കടയിൽ പോകാനോടെ ഞാൻ ഈ അണ്ടർവേൾഡ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഇത് മണിയന്റെ കോൺക്രീറ്റ് സൈറ്റ് അല്ല ഇത്. ഇത് ജോൺ ഓഫ് കെന്നഡിയുടെ അണ്ടർവേൾഡ് ആണിത്. മനസ്സിലായോ? ഓക്കെ ബോസ്. നിനക്ക് തോന്നുമ്പം റേഷൻ കടയിൽ പോകാനൊന്നും ഇവിടെ പറ്റില്ല. എന്നാ പിന്നെ ബോസ് നമുക്ക് സ്ട്രോബെറി തുടങ്ങാം. എടുക്ക്. എന്തോന്നു? സ്ട്രോബെറി ഉണ്ട്, എടുക്ക്. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. അതല്ല ബോസ്, സ്ട്രോബെറി മോഷണം, കവർച്ച. കവർച്ച അതാണ് ഉദ്ദേശിച്ചത്. അതിന് സ്ട്രോബെറി എന്നല്ലാതെ പറയുന്നത്. പിന്നെ റോബറി എന്നാണ് പറയുന്നത്. എന്നാ പിന്നെ തുടങ്ങാം ബോസ്. ഇങ്ങോട്ട് വന്നേ നീ ഒന്ന്. ബോസ് എന്തേലും കേട്ടാ ചാടിക്കേറി അങ്ങ് പോവല്ലേ വേണ്ടത്. സോറി ബോസ്. കാള പെറ്റൂന്ന് കേട്ടാൽ കയറെടുക്കാൻ പാടില്ല. ബുദ്ധിപൂർവം വേണം നമുക്ക് നീങ്ങാൻ. ഓക്കെ ബോസ്. ഓക്കെ ബോസ് പറഞ്ഞു കേട്ടോ. കാള പെറ്റെന്ന് പറഞ്ഞ് നമ്മൾ കയറെടുക്കരുത് അല്ലേ ബോസ്? അതെ. ആദ്യം നല്ലൊരു കറവക്കാരനെ കൊണ്ടുവരണം അല്ലേ ബോസ്? അയ്യോ ഇവന്മാരെ കൊണ്ട് ഞാൻ എന്തോ ചെയ്യും. എന്തൊരു മണ്ടത്തടായി എഴുന്നള്ളിക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഇവിടുന്ന് ബാങ്ക് കവർച്ച നടത്തിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പണം നമ്മുടെ കയ്യിലുണ്ടാവും. മനസ്സിലായില്ലേ? പണം നമ്മൾ കവർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രണ്ട് വാതിലിൽ കൂടെ ആരും രക്ഷപ്പെടരുത്. അയ്യോ ബോസ്, പിന്നെ നമ്മൾ എങ്ങനെ പുറത്ത് കിടക്കും? എടാ അതിലല്ലേ മണ്ട മുകളിൽ വെങ്കടേഷ് ഉള്ളത്. വെങ്കടേശ? വെങ്കടേഷോ? യെസ് ബോസ്. ഏത് വെങ്കടേഷ്? സ്റ്റെപ്പിന്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുന്ന വെങ്കടേഷ്. വെങ്കടേഷ് അല്ലടാ, ചിരഞ്ജീവി. സോറി ബോസ്. എടാ അത് വെങ്കടേഷും ചിരഞ്ജീവി ഒന്നും അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, വെന്റിലേഷൻ. അങ്ങനെയാണ് ബോസ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഫ്രണ്ട് വാതിലിൽ കൂടെ പോകരുത്. വെന്റിലേഷൻ വഴി ഊർന്നു വേണം നമുക്ക് രക്ഷപ്പെടാൻ. പ്രശ്നം ഇവിടുത്തെ ആൾക്കാർ പോലീസിനെ വിളിച്ച് പറഞ്ഞാലോ? സൈലൻസ്. ഓക്കെ സോറി. ഈ ജോൺ ഓഫ് കെന്നഡിയാണോടാ നീ പരീക്ഷിക്കുന്നത്? എടാ നമ്മൾ അതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരാളും നമ്മളെ കുറിച്ചൊരു വിവരം പുറത്തേക്ക് ചോർത്തില്ല. അതെന്ത്? ഞാൻ ഇവിടുത്തെ ഫോണിന്റെ ലൈൻ എല്ലാം ഡിസ്കണക്ട് ആക്കിയിട്ടില്ലേ? അത് മാത്രമല്ല മൊബൈലും വർക്ക് ചെയ്യില്ല. ഞാൻ മൊബൈൽ ഹാക്കർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ പ്ലാൻ ചെയ്ത വിവരം പുറത്തു ഒരു ഈച്ച പോലും അറിയാൻ പാടില്ല. ഓടി രക്ഷപ്പെട്ടോ. ആരോ എന്നെ ആക്രമിച്ചല്ല ബോസ്. ബോസ് ഇത്രയും നേരം പറഞ്ഞ രഹസ്യങ്ങളെല്ലാം ബോസിന്റെ പുറത്തിരുന്ന് ഒരു ഈച്ച കേൾക്കുന്നുണ്ടായിരുന്നു. ഈച്ച കൊന്നതായിരുന്നു നീ? അതെ ബോസ്. എന്നെ കൊല്ലാഞ്ഞത് ഭാഗ്യം. സോറി ബോസ്. ചകരി തലയാ. ബോസ് ഇങ്ങനെ നിൽക്കാൻ ആ മാനേജറിൽ പോയി കാര്യം പറഞ്ഞ് ശരിയാ. വളരെ തന്ത്രപരമായ രീതിയിൽ ഞാൻ മാനേജറെ ഒന്ന് മയക്കിട്ട് വരാം. ഓക്കെ ഓക്കെ. നിങ്ങൾ അലർട്ടായിട്ട് നിന്നോണം. യെസ് ബോസ്. ഓക്കെ. റെഡി? ഓക്കെ സർ.
മാനേജർ അല്ല എന്തെങ്കിലും വേണം നാളെ പറഞ്ഞേ. അങ്ങനെ എന്തെങ്കിലും വന്നതല്ലേ ഞങ്ങൾ. വായിച്ചു നോക്കൂ. എന്തായാലും അടുത്ത ആഴ്ച വാ, ഞാൻ നോക്കി വെച്ചേക്കാം. എന്താ പറഞ്ഞു? അടുത്ത ആഴ്ച വരാൻ സമയമില്ല, സ്റ്റാഫ് കുറവാ. ബോസ് വന്നു. അവന് പേടിയില്ല, വിരട്ടവന്. അവൻ നമ്മളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഭാഗ്യം. തൽക്കാലം അവൻ അത് അറിയണ്ട. അവൻ നിന്നെ ആക്ഷേപിച്ചില്ലേ? വാ ഇവിടെ. അലർട്ടാകൂ. മുൾമുനയിൽ നിർത്തൂ. ഇവിടെ ഉള്ള എല്ലാവരെയും മുൾമുനയിൽ നിർത്തൂ. എന്റെ ബോസെ, ഒരു കാര്യത്തിന് വരുമ്പോ ആവശ്യത്തിലുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് നേരത്തെ പറയണം. ഇനിയിപ്പൊ ഞാൻ എവിടെ പോയി കൊണ്ടുവരും? എന്തു സാധനം? മുള്ളു. എന്തിന്? മുനയെ നിർത്തിട്ട്. ഇത് തുളയ്ക്കാൻ വന്നാണോടാ നീ? ചവിട്ടിക്കൊല്ലും ഞാൻ പറഞ്ഞേക്കാം. മുൾമുനയിൽ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? ഇല്ല. ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ഭയപ്പെടുത്തണമെന്ന് മനസ്സിലായോ? എങ്ങനെ? തോക്ക് ചൂണ്ടാൻ. ഒന്നോളെയോടാ വിളിച്ചോണ്ട് വന്ന എന്റെ നെഞ്ചത്ത് തന്നെയാണോടാ തോക്ക് ചൂണ്ടുന്നത്? ഇട എന്നെയല്ല, പിന്നെ അവനെ. അവനെ വെള്ളം ബോസ് ചോദിക്കുന്നു. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? കന്നഡി, ജോൺ കന്നഡി. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾ ഈ ബാങ്ക് കവർ ചെയ്യാൻ വന്നതാണ്. അത് നമുക്കില്ല, അത് നടക്കുന്ന കാര്യമല്ല. ഇയാളുടെ ഞാൻ സമ്മതം പോലീസിനെ വിളിക്കും. താങ്കൾ പോലീസിനെ വിളിക്കൂ. നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഒറ്റവർത്തനം ശബ്ദിച്ചു പോകരുത്. എവിടെ ബാങ്കിന്റെ ലോക്കർ? എവിടെ? തരില്ല. ബാങ്ക് ലോക്കറിന്റെ താക്കോൽ എവിടെ? തരില്ല, തരില്ല. താക്കോല് താടാ. ഞാൻ തരില്ല. താക്കോല് താടാ. തരില്ല. താക്കോല് താടാ. ഉപദ്രവിക്കരുത്. താക്കോല് താടാ. താക്കോല് താടാ. പറഞ്ഞാ നീ കേട്ടില്ല. ഇത്രയും വലിയ ബാങ്കാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കൊച്ചെ, ആ ബാത്റൂം ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൂടെ? ഒരു ലോണിന് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി, ഇതുവരെ ഒരു ലോൺ കിട്ടിയിട്ടില്ല. ആ മാനേജറിന്റെ ഒരു ഒപ്പം എനിക്ക് കിട്ടിയാൽ മതി. എവിടെ നിങ്ങളുടെ മാനേജർ? എവിടെയെന്ന്? മാനേജർ എവിടെ? പറഞ്ഞു വിട. മാനേജർ എവിടെയെന്ന്? മര്യാദക്ക് താക്കോൽ എവിടാണ്? ലോക്കറിന്റെ താക്കോൽ തടാ. മര്യാദക്ക് താക്കോൽ തരാനാണ് പറഞ്ഞത്. തോക്ക് ചൂണ്ടറാ. ഇത് എവിടെയാണ് നിങ്ങളുടെ മാനേജർ? ഈ പരട്ട തള്ള ഭയങ്കര ശല്യം. പെട്ടെന്ന് ഇട്ടിപ്പോവായിരുന്നു. കാര്യം പറ ബോസേ. ടീച്ചർ. ഏത് ടീച്ചർ? എന്നെ 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ പഠിപ്പിച്ച ടീച്ചറാണ്. അതിനിപ്പോ കൊഴുപ്പൊന്ന് ബോസേ. അവര് തല്ലും. തല്ലും. എന്റെ ബോസേ, അഥവാ ടീച്ചർ കണ്ടാലും ആ തള്ളക്ക് ബോസിനെ മനസ്സിലാവില്ലല്ലോ. അയ്യോ, മുടിഞ്ഞ ഓർമ്മശക്തിയാണ് ആ തള്ളക്ക്. ഞാൻ പണ്ട് എന്നെ തല്ലുമ്പോ എനിക്ക് പേടിയായിരുന്നേ. അപ്പൊ ഞാൻ സാറിനെ കാണും, ഈ ടീച്ചറിനെ കാണുമ്പോ തന്നെ നിക്കറേ മുള്ളും. എനിക്ക് മുള്ളണം. ബോസ്, ഇതൊരു ബാങ്കാണ്. നാണം കെടുത്തല്ലേ ബോസ്? എനിക്ക് മുള്ളണം. എന്താണ് നിങ്ങളൊന്നും പറയാത്തത്? എവിടെ മാനേജർ? എവിടെ ഇവിടുത്തെ? എനിക്ക് മുള്ളണം. ആ നിൽക്കുന്നതാണോ മാനേജർ? അല്ല, അത് എനിക്ക് മുള്ളണം. എനിക്ക് മുള്ളണം. കുട്ടി, നീ വന്നേ. കുട്ടി, നീ വാ. പിന്നെ വിളിക്കുന്നു. നീ വാ. പിന്നെ ബോസിനെയാണ് വിളിച്ചത്. നീ വാ. തല്ലുവോ? ഇങ്ങ് വരാൻ. കുട്ടിയാണോ ഇവിടുത്തെ മാനേജർ? മാനേജർ ആണോ? എന്റെ ലോണിന്റെ കാര്യം എന്തായി? അറിയില്ല ടീച്ചർ. ടീച്ചർന്നാ? ഞാൻ ടീച്ചറാണെന്ന് എങ്ങനെ അറിയാം? ഇല്ല, എനിക്ക് ശാരദ ടീച്ചറിനെ അറിയില്ല. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ല. പിന്നെ എങ്ങനെ എന്റെ പേരറിയാം? അപ്പൊ എനിക്കറിയില്ല. ഞാനിപ്പോ കാണുന്നല്ലേ. നീ ഇങ്ങോട്ട് നീങ്ങുന്നേ, ഈ വെട്ടത്തോട്ട് നീങ്ങുന്നേ. ഞാനിപ്പോ പെട്ടെന്നൊരു ഊഹിച്ചങ്ങ് പറഞ്ഞതാണ്. എനിക്കറിയില്ല. ടീച്ചറിനെ അറിയില്ല. എനിക്കറിയില്ല. അയ്യോ, മണിക്കുട്ടൻ പി. നീ മണിക്കുട്ടൻ പി അല്ലേ? മലയാളം പഠിപ്പിച്ചത് നിന്നെയല്ലേ? ഞാൻ പഠിപ്പിച്ച കൊച്ചാണ് ഈ നിൽക്കുന്നത്. ബോസിന്റെ പേരെന്തുവാ? മണിക്കുട്ടൻ പി. എന്നിട്ടാണ് ജോൺ കന്നഡി എന്നും പറഞ്ഞ് നമ്മളെ മുമ്പിൽ ഷൈൻ ചെയ്തല്ലേ മണിക്കുട്ടൻ? അതെന്താണെന്നറിയാവോ? ഇവിടെ ഒരു അണ്ടർവേൾഡ് കിങ് ആകുമ്പം നമ്മൾ ഈ മണിക്കുട്ടൻ പി എന്നൊക്കെ പേരിട്ട ഒരു പഞ്ചില്ലല്ലോ. അതിനാണ് ഞാൻ ജോൺ കന്നഡി എന്ന് പേരിട്ടേക്കുന്നത്. ടീച്ചറിന് സന്തോഷായടാ. ടീച്ചർ പഠിപ്പിച്ചിട്ട് കുഞ്ഞ് പാഴായി പോയില്ലല്ലോ. സന്തോഷം. നീ ആണല്ലോടാ ഇവിടുത്തെ മാനേജർ. എന്നിട്ട് നീ എന്നെ ഇത്രയും നാളെ നടത്തിക്കൊണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? നിന്റെ ഒരു ഒപ്പം പറയായിരുന്നടാ
എനിക്ക് ഹലോ ഇതാരാണ് ഇവിടുത്തെ മാനേജർ ഇവിടുത്തെ മാനേജർ ഞാനാണ്. ഇതാരെന്നറിയാമോ? ഇവനെ ഈ ബാങ്ക് കൊള്ളടിക്കാൻ വന്ന കള്ളനാണ്. കള്ളനാ? ആ ഞാൻ പഠിപ്പിച്ച കൊച്ചു കള്ളനാ? ആ അല്ലടാ. ചുമ്മാതെ പറയാ അയാള്. സത്യം കള്ളനാണ് ഇവൻ. ഇതിലാരാണ് മാനേജർ, ആരാണ് കള്ളൻ? ഞാൻ ഇവിടുത്തെ മാനേജറാണ്. എന്നെ ബന്ധിയാക്കി കൊണ്ട് അവനാ തുടങ്ങായിരുന്നു. എടാ മണിക്കുട്ടാ, എന്തോ എടാ ഞാൻ ഇതാണെടാ നിന്നെ പഠിപ്പിച്ചത്. അതിക്രമവും അന്യന്റെ മുതൽ മോട്ടിക്കരുതെന്ന് നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലടാ. എടാ എടാ നീയേ നിന്നെ ഇല്ലേ നിന്നെ അന്ന് അതൊക്കെ ഇത് ഭയം നടക്കരുത്. തിരിയടാ നീ അങ്ങോട്ട് തിരിയടാ. എടാ എടാ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ മോട്ടിക്കാൻ നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നടാ. എടാ ഞാൻ എപ്പോഴും നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് പഠിപ്പിച്ചിട്ടില്ലടാ. എന്നിട്ടാണ് നീ ഇങ്ങനെ കാണിച്ചത്? എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല ടീച്ചറെ. എടാ നീ ഇങ്ങോട്ട് പോടാ. എടാ സാഹചര്യം ഇല്ലെങ്കിൽ സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. കേട്ടോടാ കേട്ടോടാ. മേഡം അത് മാത്രമല്ല ദാ ഇവിടെ ഒരു ഭീഷണി കത്ത് വന്നു. എന്ത് കത്ത്? ഇവിടെ കൊണ്ടുവന്ന് ആദ്യം ഇത് തന്നു. ഇത് തന്നിട്ടാണ് അവൻ എന്നെ ഇങ്ങനെ ചൂണ്ടി നിർത്തിയത്. ഇവനാണ് ഇത് എഴുതിയത്? എടാ ഒച്ച വെച്ച് നിശബ്ദത ഉണ്ടാക്കാൻ ശ്രമിക്കരുതെന്ന്. എടാ ഒച്ച വെച്ചാൽ എവിടെയാടാ നിശബ്ദത ഉണ്ടാവുന്നത്? എടാ വാടാ ഇവിടെ. കൈ ഇങ്ങനെ വെക്കടാ. എടാ പണ്ട് ഞാൻ നിന്നെ നിർത്തിയിട്ടില്ലേ? അതുപോലെ ഇങ്ങനെ നിക്കടാ നിക്കടാ ഇങ്ങനെ നിക്കടാ ഇവിടെ നിക്കടാ നിക്കടാ. എടാ 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 ഒച്ച വെച്ചാ ഒച്ച വെച്ചാ നിശബ്ദതയാണോ ഉണ്ടാവുന്നത്? എടാ ഒച്ച വെച്ചാ ശബ്ദമല്ലേടാ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാ ഉണ്ടാവുന്നത് ഒച്ച വെച്ചാ? ഒറ്റ വെച്ച നിശബ്ദതയല്ല ശബ്ദമാണ്. പറയടാ പറയടാ ശബ്ദം. മര്യാദക്ക് കാശ് എടുത്ത് മേശപ്പുറത്ത് വെക്ക്. എടാ എടാ നിന്നെ ഞാനല്ലേടാ മലയാളം പഠിപ്പിച്ചത്. എടാ മര്യാദയുടെ തായ് ഇതാണോടാ? ആണോടാ? പിന്നെ ഏത് തായാടാ? എടാ ദയയുടെ ദായല്ലേടാ മര്യാദടാ. എടാ എടാ നീ എന്നെ നോണക്കാരുണ്ടാക്കുമല്ലോടാ. ഇവിടെ വെച്ച് നീ നിക്കടാ ഇങ്ങോട്ട്. നീ നിക്കടാ ഇങ്ങോട്ട്. സത്യം ചെയ്യടാ. സത്യം ചെയ്യടാ. ഈ ടീച്ചറിനടുത്ത് സത്യം ചെയ്യടാ. ഇനി നീ അതിക്രമം കാണിക്കത്തില്ല, അന്യന്റെ മുതല് മോട്ടിക്കത്തില്ല എന്ന് ഈ ടീച്ചറിനടുത്ത് സത്യം ചെയ്യുന്നീ. സത്യം സത്യം. പണിയെടുത്ത് ജീവിക്കുമല്ലോ. ടീച്ചർ പറഞ്ഞിട്ടില്ലേ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന്? പറഞ്ഞിട്ടില്ലേടാ നിന്നോട്? ഉറപ്പാണ്? സത്യം ചെയ്. സത്യം. ആ സത്യം. ഇനി ഇവനൊന്നും ചെയ്യൂല. എന്നാലും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം കേട്ടോ. വേണ്ട 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 നന്നാവാം. എന്നോട് മാറി നിൽക്കാൻ കൂടെ. എന്റെ പോലെ ടീച്ചർ നിങ്ങളിപ്പോ വന്നില്ലായിരുന്നെങ്കിലോ ഇവൻ ഇവിടുത്തെ കാശ് മൊത്തം കൊണ്ട് എന്റെ ജോലി തീർച്ചയായും. ഞാൻ പഠിപ്പിച്ച പിള്ളേരൊക്കെ അങ്ങനെ മോശമാവാൻ ഞാൻ സമ്മതിക്കും. അപ്പൊ ഇനി എന്റെ ലോണിന്റെ കാര്യം എന്തായി? ലോണ് എന്റെ ലോൺ നിങ്ങളുടെ ലോണിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ എത്രയോ ദിവസമായിട്ട് കയറി ഇറങ്ങും. നിങ്ങളുടെ ലോൺ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആധാരത്തിന്റെ മുന്നാധാരം കൊണ്ടുവന്നോ? മുന്നാധാരമൊക്കെ എപ്പോഴാ തന്നെ? അതിന്റെ പിന്നാധാരം കൊണ്ടുവന്നോ? പിന്നാധാരം തന്നെ. അതിന്റെ സൈഡ് ആധാരം കൊണ്ടുവന്നോ? എല്ലാം തന്നെ. ഇനി സാറിന്റെ ഒരു ഒപ്പം മാത്രം മതിയെന്ന്. ഈ ബാങ്കിന്റെ കുറെ പ്രൊസീജിയർ ഇല്ലേ? അതോ നടക്കുന്ന കാര്യമാണോ? അപ്പൊ ഇത്ര കാലം ഞാൻ കയറി ഇറങ്ങി നടന്നതോ? അതെ എനിക്കറിയണം. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുന്നു. നീ എനിക്കപ്പോ ലോൺ തരൂല. നിങ്ങളിത് പറഞ്ഞ മനസ്സിലാവില്ല. എനിക്ക് അങ്ങനെ ഒപ്പിടാൻ പറ്റത്തില്ല. ശരി, നീ എനിക്ക് ലോൺ തരത്തില്ല. മണിക്കുട്ടാ, നീ ഈ മാനേജറോട് മര്യാദക്ക് സംസാരിച്ച് ടീച്ചറിന് ലോൺ ശരിയാക്കി തരാൻ പറ. ഞാൻ നിർത്തി. ഞാൻ എല്ലാം നിർത്തി. ഈ ഒരു പ്രാവശ്യം കൂടെ ആവാം. ഈ ഒരു പ്രാവശ്യം കൂടെ ആവാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് മര്യാദയുടെ ഭാഷയൊന്നും അറിയത്തില്ല. ടീച്ചർ ഒന്ന് മാറിക്കേ. പിന്നെ ഭീഷണിയുടെ സ്വരം അല്ലടാ, അങ്ങനെ ഒപ്പിടാൻ പറ്റത്തില്ല. ബന്ധിയാക്കടാ. മര്യാദയുടെ ഭാഷ പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ല അല്ലടാ. ഞാൻ ഒപ്പിടില്ല. ടീച്ചറുടെ അപേക്ഷയിൽ ഒപ്പിടാ. ഒപ്പിടാൻ പറ്റൂല. അയ്യോ ടീച്ചറുടെ അപേക്ഷയിൽ ഒപ്പിടാ. ഒപ്പിടാൻ പറ്റൂല. അയ്യോ ഒപ്പിടാ. അതെ ഞങ്ങളുടെ ബാങ്കിന്റെ പ്രൊസീജിയർ നിന്റെ പ്രൊസീജിയർ ആ ലോക്കറിന്റെ ചാവിയുടെ എടുക്കടാ. എല്ലാത്തിലും ഒപ്പിടാ. അപ്പഴേക്ക് എല്ലാം ഒപ്പിട്ടിട്ടുണ്ട്. എല്ലാം ഒപ്പിട്ടോ? അവിടെ ഉണ്ട്. ഇവിടെ ഇട്ടില്ല. ഇവിടെ ഇവിടെ ഇടാ. വെറുതെ ഇടാ. ഒരെണ്ണോട് ഇടാ. ഇടാ. താമസം എന്താണ്? മതി. ഇനി ഞാനോട് ഒപ്പിട്ടേക്കാം. ഒന്നിനൊരു കുറവും വരാം. ഓക്കെ ടീച്ചർ ധൈര്യമായിട്ട് വെക്കോളൂ. പോട്ടെ. എല്ലാം ഓക്കെ. എടാ മക്കളെ ടീച്ചറിന്റെ ബാഗിങ് എടുത്ത് ടീച്ചർ പോട്ടെ. ദൈവമേ എത്ര കാലം കേറി ഇറങ്ങിയതാ. ധൈര്യമായിട്ട് വെക്കോളൂ. ആ ടീച്ചർ ഒരു നിമിഷം നിൽക്കണേ. എന്താടാ മണിക്കുട്ടാ? അല്ല കുറച്ചു മുമ്പ് ടീച്ചർ വലിയ പ്രസംഗമൊക്കെ നടത്തിയായിരുന്നല്ലോ. ഞാൻ നേർവഴിക്ക് നടക്കണം, അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത്, കള്ളത്തരം കാണിക്കാൻ പാടില്ല, സമൂഹത്തിന് നന്മയുള്ള ആളായിട്ട് ജീവിക്കണം എന്നൊക്കെ എന്തൊക്കെ ഉപദേശങ്ങളായിരുന്നു തന്നത്. എന്നിട്ട് ടീച്ചറിന്റെ ലോൺ സാങ്ഷൻ ആകുന്നതിന് വേണ്ടി ഇപ്പൊ ഇവിടെ കാണിച്ചു കൂട്ടിയത് ശരിയായോ? എടാ മണിക്കുട്ടാ, അതിന്റെ ഇടയിൽ കൂടെ വേറൊരു കാര്യം ഞാനിങ്ങനെ ഇടക്കിടക്ക് പറയുന്നുണ്ടായിരുന്നു. അതെന്താ അത്? ലക്ഷ്യം
മാർഗത്തെ സാധൂകരിക്കുമെന്ന്. ആണോ? ആ